സിനിമ ഒരു ആവറേജ് അനുഭവമാണ് എനിക്ക് ആക്ച്വലി. സിനിമ വലിയ ക്യാൻവാസിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യുന്നില്ല. ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ അത്ര അങ്ങ് കണക്റ്റ് ആവുന്നില്ല. ഒരു ക്യാമിയോ ഉണ്ട്, ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ആ ക്യാമിയോ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് എഡിറ്റിംഗ് അത്ര കൺവിൻസിങ് അല്ലായിരുന്നു. ഗൂസ്ബം മൊമെന്റ്സ് ഒന്നും കിട്ടിയില്ല. നമുക്ക് ക്യാരക്ടേഴ്സുമായിട്ട് അങ്ങോട്ട് അത്ര കണക്റ്റ് ആയില്ല. ഒരു ശരാശരി അനുഭവമാണ് മൊത്തത്തിൽ. പടങ്ങളോ നല്ല പടം, കുഴപ്പമില്ല. വളരെ എന്താ പറയാ, ലാഗ് ഒന്നും തന്നെ ഇല്ല. പിന്നെ ആ ഒരു ട്രഡീഷണൽ ഒരു വിൻറ്റേജ് ടച്ചൊക്കെ വളരെ ക്രിയേറ്റീവായിട്ട് ആർട്സ് ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാഗ് ഒന്നും തന്നെ തോന്നിയില്ല. എല്ലാവരുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. വിഷുവിൽ ഫസ്റ്റ് ഡേ വന്ന് കാണുന്നതിൽ വെറുത്താണെന്ന് പറയാനുള്ളൂ. നല്ല പടം, നല്ല പടം, നല്ല പടം, നല്ല പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്, അതിന്റെ മേക്കിംഗ്, അതെല്ലാം നല്ല സൂപ്പറായിട്ട് ചെയ്തു. നല്ല പടം. മ്യൂസിക് ഒക്കെ കൊള്ളാം. കൊള്ളാം. നല്ല സിനിമ. പൊളിറ്റിക്കലി നല്ല ബാലൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പഴയ മാപ്പിള വേൾഡൊക്കെയാണ് എടുത്തിരിക്കുന്നത്. കൊള്ളാം, നല്ല സിനിമ. നല്ല മേക്കിംഗ് എല്ലാം കൊള്ളാം. പൃഥ്വിരാജൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പൃഥ്വിരാജ് ഗസ്റ്റ് അപ്പിയറൻസ് അടിപൊളിയായിട്ടുണ്ട്. ടോവിനെയും നന്നായിട്ടുണ്ട്. അടിപൊളി സിനിമയാണ്. നല്ല ഒരു പൃഥ്വിരാജിന്റെ എൻട്രിയൊക്കെ മാസാണ്. പൃഥ്വിരാജിന്റെ എൻട്രിയൊക്കെ നല്ല സിനിമ. ടോവിനോ വിശു തൂക്കി. അടിപൊളി മൂവി ബ്രോ. ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ വേറെ ലെവലിൽ എടുത്തു വച്ചേക്കുന്ന നല്ല മൂവി. ടോവിനോയുടെ ആക്ടിങ് ബെസ്റ്റ്. പടം പൊളി പടം. തൂക്കി ടോവിനെ തൂക്കി. കുഴപ്പമില്ല. പടം അടിപൊളിയായിട്ടുണ്ട്. ലൈക്ക് ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഫുള്ള് നീതി കൊടുത്തത് പള്ളിച്ചട്ടമ്പി തന്നെയാണ്. സ്റ്റോറി ബേസ്ഡ് പണ്ടത്തെ ഒരു കാലഘട്ടം, ആ ഒരു 90s നടന്ന റെവല്യൂഷണറി കഥയാണെങ്കിൽ പോലും മേക്കിംഗ് കൊണ്ടും സിനിമാറ്റോഗ്രാഫിക്ക് അടിപൊളിയായിരുന്നു. ടോവിനോ ഫയർ ഒന്ന് പറയാം, അവരുടെ കെമിസ്ട്രി അടിപൊളിയായിരുന്നു. പടം കൊള്ളോടാ, കുഴപ്പമില്ല. ഇന്റർനാഷണൽ അടിപൊളിയായിട്ടുണ്ട്. എടുത്തു പറയാനുള്ള അടിപൊളിയുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല മൂവിയാണ്. നമുക്ക് ഫാമിലി ആയിരിക്കും കാണാം, അല്ലാതെ എല്ലാവർക്കുമായിട്ട് കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് മൂവിയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് പൊളിറ്റിക്സ് പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ രാഷ്ട്രീയം പറയുന്നുണ്ട്, എല്ലാം പറയുന്നുണ്ട്. സോ ഇറ്റ്സ് എ ക്ലാസ് ആൻഡ് മസ്റ്റ് വാച്ച് മൂവി. ചേട്ടാ പടം ടോപ്പായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് കൊണ്ടുപോയി തേച്ച പോലെ ഉണ്ട്. ഡിജോസിന്റെ മറ്റേ പാർട്ട് 2 ഒരു പരിപാടിയാണ്. ലൈക്ക് പടം ടോപ്പായിട്ട് വെക്കൊണ്ടിരിക്കുകയായിരുന്നു. അനാവശ്യമായിട്ട് ചുമ്മാ ഓരോ എലമെന്റ്സ് കൊണ്ടിട്ട് താഴോട്ടാക്കിയത് പോലെ ഉണ്ട്. അത്രയ്ക്ക് പോലെ ഒന്നും പറയാനില്ല, അത്രയ്ക്കും പൊളി. ഏട്ടനൊക്കെ വന്ന് പൊരിച്ചിട്ടൊക്കെ പോയി. എന്തുവാണ് വില്ലന് എല്ലാം പൊളി. ഒന്നും പറയാനില്ല. ടോവിനെയൊക്കെ നിർത്തിട്ട് പൊരിച്ച് എല്ലാം കിടിലം പടം. പോയി കാണാം, ആദ്യം അതുവേ കാണും. കുഴപ്പമില്ല, പടം കൊള്ളാം. വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. പിന്നെ ഡിജോ ജോസ് ആന്റണി മുമ്പെടുത്ത സിനിമ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ജനഗണമന, ക്വീന്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ടുണ്ട് സംവിധാനത്തിൽ. പിന്നെ ടോവിനോയുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പീരിയഡിക്കൽ മൂവിയാണ്. 1946 കാലഘട്ടങ്ങളിൽ നടക്കുന്ന വിമോചന സമരവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു സ്വാതന്ത്ര്യ സമരവും വരുത്തിയിട്ടുള്ള കഥയാണ്. അത് ജനങ്ങൾക്ക് രസിക്കത്തക്ക രീതിയിൽ ഒരു മൂവി ആയുള്ള രീതിയിൽ അവരത് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക് കൊള്ളാം. ജേക്സ് ബിജോയുടെ മ്യൂസിക്, BGM ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തൊരു ക്യാമിയോ റോളുണ്ട്, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവസാനം ക്ലൈമാക്സിൽ നായകനും പ്രതിനായകനും കോട്ടം വരാത്ത രീതിയിലാണ് അവർ ആ ക്ലൈമാക്സ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്തായാലും വൺ ടൈം വാച്ചബിളാണ്. വിഷു കുഴപ്പമില്ലാതെ പോസ്റ്ററാണ്. അത് ഫുള്ള് ഹെവി മൂവിയായിട്ട് എടുത്തിരിക്കുന്ന ഫുള്ള് ഒരു സസ്പെൻസ് ത്രില്ലറാണ് സത്യം പറഞ്ഞു. ബിജോയുടെ കഴിഞ്ഞ പടം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? നല്ല ഒരു ഗ്രേറ്റ് കംബാക്ക് ആണ് പറയാനുള്ളത്. പടം കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. ആക്ഷൻ സീക്വൻസ് ഒക്കെ കൊള്ളായിരുന്നു. ഫൈറ്റ് സീക്വൻസും പ്രത്യേകം മേക്കിംഗ് ക്ലൈമാക്സിലുള്ള ഫൈറ്റ് സീക്വൻസ് സൂപ്പറായിരുന്നു. പിന്നെ മേക്കിംഗ് സ്റ്റൈലും കൊള്ളായിരുന്നു. പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു, കൊള്ളായിരുന്നു. നല്ല പടമായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു ഫാമിലി ഓഡിയൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. മാസി പടം അങ്ങനെ മാത്രമല്ലാതെ ക്ലാസ്സും ഉണ്ട് പടത്തിന്. ഫാമിലി ഓഡിയൻസിനും ഇപ്പോഴത്തെ ടീനേജേഴ്സിനും എല്ലാം നൈസാണ്. പിന്നെ സിനിമാറ്റോഗ്രാഫിയും എല്ലാം നൈസാണ്. ബിജോയുടെ വർക്കും ഗ്രേഡിങ്ങും കാര്യങ്ങളെല്ലാം നൈസായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് വെച്ച് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫാണ് എനിക്ക് അല്പം കൂടെ ഇഷ്ടപ്പെട്ടത്. കാരണം വെച്ചാൽ ഭയങ്കരമായൊരു സംഭവം കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ആവറേജ് പടം. പക്ഷേ ഈ ഡയറക്ടറിൻ്റെ മുമ്പറിയാം മലയാളി ഫ്രം ഇന്ത്യ പോലത്തെ ഒരു കൂതറ പടം വെച്ച് നോക്കുമ്പോഴേ എത്രയോ ബെറ്ററാണ് പടം. ഇതിൽ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ടോവിനോടെയും കയാദുടെയൊക്കെ കോമ്പിനേഷൻ സീൻസാണ്. പടം കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുമ്പോൾ നമുക്ക് കയാദുരുടെ മുഖമായിരിക്കും കുറച്ചും കൂടെ ഫീലാണ്. കാരണം നല്ല ഇമോഷൻ സീൻസ് അവർ പടത്തിനുള്ള ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കരമായ ലെവലും കാര്യങ്ങളൊന്നും പടത്തിലില്ല. ഒരു ആവറേജ് എന്ന് പറയാൻ മാത്രമേ ഉള്ളൂ.
ഒരു ഭയങ്കരമായിട്ടൊക്കെ എന്തൊക്കെയോ കൊണ്ടുവരാൻ നോക്കി, ക്യാമിയോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഒരു കിടില വില്ലനെയൊക്കെ അവർ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കി. പക്ഷേ അതൊന്നും വലുതായിട്ട് കിട്ടിയില്ല. പറയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനുള്ള രീതിയിൽ കൊണ്ടുവരുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്നതും, കമ്മ്യൂണിസ്റ്റ് അങ്ങനെ അല്ലാന്ന് കാണിക്കുന്നതും, ബാക്കിയുള്ള വൈറസ് പോലത്തെ പാർട്ടികളെയൊക്കെ അന്താണ് ആ പാർട്ടികളൊന്നും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ പാർട്ടികളല്ല എല്ലാവരും ഒരുപോലെയാണെന്ന് കാണിക്കാനാണ് പടത്തിൻ്റെ ഒരു ത്രെഡ് പോലെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലൊക്കെ ഒരു വിജയിച്ചിട്ടുണ്ട്. എല്ലാവരും ആക്ടിങ് കാര്യങ്ങളൊക്കെ ടൗണിലും ഒക്കെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജിനും താഴെ അത്രയേ ഉള്ളൂ. പടം കണ്ട് മനസ്സിലാക്കാൻ പടം ഭയങ്കര ഇഷ്ടമുണ്ട്. കാരണം എനിക്ക് ഡിജോ ജോസ് ആൻ്റണിയുടെ ഒരു കമ്പാക്ക് പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പുള്ളി മറ്റേ അടുപ്പിച്ചടിച്ചിരുന്നെങ്കിൽ മലയാളി ഫ്രണ്ടിയും കൂടെ ചേർത്ത് ആട്രിക് ആയതിനെ എന്ത് വയതെന്ന് അറിഞ്ഞില്ല. പക്ഷേ ഇത് വെറും പുള്ളിയുടെ സെക്കൻഡ് പടത്തിൽ രാജനെ വിളിച്ചു വരുത്തി റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചെറിയൊരു മൈൻഡ് ഷോട്ട് കണ്ടപ്പോഴേ മനസ്സിലായി പൃഥ്വിരാജാണ്. കാരണം എന്തോ കുറേ കാണുന്നുണ്ട്, ഭയങ്കര ഫാനാണ് പുള്ളിയുടെ. പുള്ളി ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഒരു സാധനമുണ്ട്, ടൈലുണ്ട്, അത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. വെറും പുള്ളിന് ടോവിന് വെറും പുള്ളി അവാർക്കറ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതെങ്ങനെ അവർ പക്ക എല്ലായിടത്തും ഇട്ടിട്ട് കുളമാക്കാതെ പക്ക മാച്ചിങ് പക്ക കറക്റ്റാക്കിയിട്ട് പോകും. ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര നടിയുടെ അടുത്ത് പറയാനാണെങ്കിൽ പുള്ളിക്കാരി ഈ ഇമ്പോർട്ടൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. പുള്ളിക്കാരി ആൾക്കാരും കിട്ടും, ഓക്കെ. പക്ഷേ പിന്നെ ഓക്കെയാണ്, പക്ഷേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പുറത്തുനിന്ന് ആളെ പിടിക്കാനായില്ല. ടോവിന് പൃഥ്വിരാജ് വെറും പുള്ളി. പിന്നെ നമ്മുടെ നാട്ടുകാർ വന്ന് കുറേ ആൾക്കാരുണ്ട്. പള്ളീനറിയായിട്ടാണ് വിജയരാഘവൻ പടം പുള്ളിയാണ്. ഇപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും 200 കോടി മൈൻഡിലുണ്ട്. പടം കൊള്ളാം, കുഴപ്പമില്ല. എന്താ പറയുക, ഒരു കേരള ചട്ടം, ഇതുപോലുള്ള ചട്ടമിമാർ കേരളത്തിൽ പണ്ട് ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു ചരിത്ര സംഭവം വൺ ടൈം വാച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അല്ല, ഒരു മനുഷ്യനാണ് വലുത്. കാരണം എല്ലാ ജാതിക്കാരും വേണം ഇവിടെ. ആ ഒരു കൃത്യമായിട്ട് ക്യാമിയോ ഒരു രക്ഷയില്ല കേട്ടാ പൃഥ്വിരാജ്. എൻ്റെ അമ്മോ, കാരണം എന്നറിയാമോ, നമ്മുടെ മലയാളത്തിലെ വില്ലനാണോ അതോ ബോളിവുഡിൽ നിന്നൊക്കെ ഒരു കിടിലം വില്ലൻ പൃഥ്വിരാജ്. ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ. പൃഥ്വിരാജിൻ്റെ ആ റോള് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു സാധനമാണ്. അതൊരു കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജിൻ്റെ. എൻറ്റയർ ഏരിയ സൂപ്പർ. പടം കൊള്ളാൻ നമുക്ക് കാണാൻ പറ്റും. വിഷുവിന് ഇപ്പോൾ എസ്പെഷ്യലി ഈ വിഷുവിന് അധികം പടങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപോകാം. നല്ല പടം, കുഴപ്പമില്ല. ക്യാമറ സ്റ്റോറി എല്ലാം നന്നായിട്ടുണ്ട്, കൊള്ളാം.